എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. സെപ്റ്റംബർ 11 അത് ലോകത്തിന് മുന്നിൽ ഒരു ഓർമ്മ ദിനമാണ് അല്ലേ? അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ട ദിവസമാണ് സെപ്റ്റംബർ 11. അതായത് ഭീകരാക്രമണത്തിന് വിധേയമായ ദിവസം. അന്ന് ഒരുപാട് ആളുകൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഏകദേശം 75ഓളം സൈനികരും 78ഓളം രാജ്യങ്ങളിലെ പല ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഏതായാലും അതിൻ്റെ ചരിത്രത്തിലേക്കോ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ അല്ല ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിലപ്പുറം മറ്റൊരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഈ ആക്രമണങ്ങളൊക്കെ നടന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു. അന്ന് നടന്ന ആ ആക്രമണത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗമായിരുന്നു അത്. ആ യോഗത്തിൽ അവർ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ നമുക്കൊക്കെ ഒരുപക്ഷെ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞത് മുഴുവനും. എന്നാൽ ആ നിസ്സാരമായ കാരണങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഇന്ന് ഈ മണ്ണിൽ അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണവും. എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങളെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് അസ്വസ്ഥരാകുന്നവരാണ് നമ്മൾ. ഒരുപാട് ദേഷ്യത്തോടെ പെരുമാറുന്നവരാണ്. ഒരുപാട് വെറുപ്പോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അല്ലേ? ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളിൽ പോലും മനസ്സ് ഒരുപാട് അസ്വസ്ഥതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഇന്നു മുതലെങ്കിലും നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നഷ്ടങ്ങളുമൊന്നും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എല്ലാത്തിനെയും പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒന്ന് ബസ് കിട്ടാതെ വരുമ്പോഴോ, ട്രെയിന് കിട്ടാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ മറന്നു പോകുമ്പോഴോ, ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കുമ്പോഴൊക്കെ ഒരുപാട് അസ്വസ്ഥതയും ദേഷ്യവും വെറുപ്പും ഒക്കെ സൂക്ഷിച്ച് പെരുമാറുന്ന ആളുകളല്ലേ നമ്മളൊക്കെ. ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ പോസിറ്റീവായി കാണാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുന്നതിനും അതിനൊരു കാരണമുണ്ടായിരിക്കും. ഒരു കാരണവുമില്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ മികച്ച രീതിയിൽ, നല്ല രീതിയിൽ വഴിതിരിച്ചു വിടാൻ കാരണമാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുറേ ആളുകളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ആ അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യം ഒരാൾ പറഞ്ഞത്, തൻ്റെ മകള് ശാഠ്യം പിടിച്ചപ്പോൾ കുട്ടിയെ കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുചെന്നാക്കി. അതായത് നമ്മുടെ നാട്ടിലെ പ്ലേ സ്കൂളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികളെ സുരക്ഷിതമായിട്ട് അച്ഛനും അമ്മയും ജോലിക്കുള്ളതാണെങ്കിൽ കുട്ടികളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ട് അമേരിക്കയിലും നമ്മുടെ നാട്ടിലുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത്. അവിടെ കുട്ടിയെ കൊണ്ടുചെന്നാക്കി. അപ്പോൾ കുറച്ച് ലേറ്റായി ഓഫീസിലേക്ക് പോകാൻ. ഈ ലേറ്റായതാണ് അന്നത്തെ അപകടത്തിൽപ്പെടാതെ അയാൾ രക്ഷപ്പെടാൻ കാരണമായത്. മറ്റൊരാൾ പറഞ്ഞത് അലാറം അടിച്ചില്ല. അലാറം അടിക്കാതെ വന്നപ്പോൾ എഴുന്നേക്കാൻ ലേറ്റായി, ഓഫീസിലേക്ക് പോകാൻ ലേറ്റായി. അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അതിനുശേഷം മറ്റൊരു സ്ത്രീ പറഞ്ഞത്, ലഞ്ച് ബോക്സൊക്കെ ബാഗിൽ റെഡിയാക്കുന്നതിനിടയിൽ കറി ഡ്രസ്സിലേക്ക് മറിഞ്ഞു. അപ്പോൾ ഡ്രസ്സ് മാറ്റാനെടുത്ത ഒരു സമയമുണ്ടല്ലോ, അതാണ് അവരുടെ ജീവൻ രക്ഷിച്ചത് എന്നാണ്. മറ്റൊരാളാണെങ്കിൽ കാറ് സ്റ്റാർട്ടായില്ല, അതുകൊണ്ട് മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഓഫീസിലേക്ക് പോയത്. അപ്പോഴും ലേറ്റായി, അതാണ് അവരുടെ ജീവൻ രക്ഷിച്ചത്. പിന്നെ ഒരാൾ പറഞ്ഞ രസകരമായൊരു കാര്യമുണ്ട്. ഒരു പുതിയ ഷൂ വാങ്ങിച്ചതാണ്. പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കാലിൻ്റെ തൊലിയൊക്കെ പോകുമല്ലേ. പുള്ളിക്കാരൻ്റെ കാലിൻ്റെ തൊലിയൊക്കെ പോയി. അപ്പോൾ പോകുന്നതിനിടയിൽ വേദന സഹിക്കാതെ വന്നപ്പോൾ വണ്ടി സൈഡാക്കി ഒരു ബാൻഡേഡ് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ കയറിയതാണ്. അത് വാങ്ങിക്കാനെടുത്ത ഒരു സമയമുണ്ടല്ലോ, അതാണ് അവരുടെ ജീവൻ രക്ഷിച്ചത്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ആ നിസ്സാരമായ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തെ ഇപ്പോഴും നിലനിർത്തിയത് എന്നതാണ് അതിൻ്റെ രസകരവും അത്ഭുതകരവും വിസ്മയകരവുമായ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട്.
ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യവുമാണ്. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും മനസ്സ് അസ്വസ്ഥമാകാതെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ കുറെ കൂടി പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും കാണാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന വിശാലമായ ഉയർന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ആ ഒരു മാനസികാവസ്ഥയ്ക്ക് വളരുക എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ വളരെ സാധാരണക്കാരായ പച്ചയായ മനുഷ്യരാണ്. അങ്ങനെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുവാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മളെ ആരും അത് പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നോ കുടുംബ ചുറ്റുപാടുകളിൽ നിന്നോ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്നോ അത്രത്തോളം ഉയർന്ന മാനസികാവസ്ഥയിലൂടെ ചിന്തിക്കുവാനൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ സ്വയം പഠിക്കാൻ നമ്മൾ ഇനിയെങ്കിലും തയ്യാറാവുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പ്രത്യേകതകളെ നമ്മൾ തിരിച്ചറിയുക. ഇതൊക്കെ ജീവിതമാണെന്ന് മനസ്സിലാക്കുക. കണക്ക് കൂട്ടലുകൾക്കും വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ അപ്പുറമാണ് ജീവിതമെന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുക. അപ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് വലിയൊരു കരുത്താണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയൊക്കെ പോസിറ്റീവായി കാണാൻ കഴിയുന്നൊരു മനോഭാവം വളർത്തിയെടുക്കുന്നതിൽ അങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. വെറും ഒരു കൂലിപ്പണിക്കാരിയായി മാത്രം ജീവിച്ചു തുടങ്ങിയ ജ്യോതി റെഡ്ഡി എന്ന സ്ത്രീയെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സ്ത്രീയാണ് പിൽക്കാലത്ത് അമേരിക്കയിലെ പ്രമുഖമായ 3 കമ്പനികളുടെ CEO ആയി മാറിയത്. അവരുടെ ആദ്യകാലത്ത് അവരുടെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. അത് നഷ്ടപ്പെടാനുള്ള കാരണം അവർക്ക് പെർമനന്റ് പെർമിറ്റ് വിസ ഇല്ലായിരുന്നു. വിസ നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് വിഷമമുണ്ടാവും. എന്നാൽ ഒരുപാട് പരിശ്രമത്തിന് ശേഷം അദ്ദേഹത്തിന് പെർമനന്റ് വിസ കിട്ടി. പെർമനന്റ് വിസ കിട്ടിയപ്പോൾ അവരുടെ മനസ്സിലൂടെ ഒരു പുതിയ ആശയം കടന്നു വന്നു എന്നുള്ളതാണ്. അതായത് വിസ കിട്ടാത്തവർക്കും വിസ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്കുമുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. ആ ഒരു ചിന്തയാണ് പിൽക്കാലത്ത് പ്രമുഖമായ 3 കമ്പനികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തിയായിട്ട് അവർ മാറിയത്. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെ മികച്ച രീതിയിൽ വഴിതിരിച്ചു വിടുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോവുകയല്ല, വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് പഠിക്കേണ്ടത് എന്നതാണ് ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ജീവിതം ഇങ്ങനെ സ്റ്റക്കായതുപോലെയൊക്കെ തോന്നാറില്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, മുന്നോട്ടൊന്നും വഴി കാണുന്നില്ല, ആകെ ഒരു കൂരിരുട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മളൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും, ഇനിയും ഒരു പക്ഷേ അഭിമുഖീകരിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ചിന്തകൾ വളരെ ഇടുങ്ങിയതായതുകൊണ്ടാണ് അതിലപ്പുറമുള്ള സാധ്യതകളെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത്. അതിലപ്പുറവും സാധ്യതകളുണ്ട്. ജീവിതം എവിടെയും സ്റ്റക്കാവുന്നില്ല. മരിക്കുന്നത് വരെ അവസരങ്ങളും സാധ്യതകളും ഒരു മനുഷ്യനുണ്ട് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ജീവിതം കൈവിട്ടു പോയെന്നോ അല്ലെങ്കിൽ ജീവിതം സ്റ്റക്കായി പോയെന്നോ ചിന്തിക്കരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിങ്ങനെ മുന്നോട്ട് വഴിയില്ല എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇരുവശങ്ങളിലേക്ക് നോക്കാൻ കഴിയാതെ പോകുന്നത്? ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഇരുവശങ്ങളിലുമായിട്ട് വീണ്ടും വഴികളുണ്ട്. നമ്മുടെ ശരീരത്തെ ഒന്ന് തിരിച്ചു വിട്ടാൽ മതി. വലത്തോട്ടേക്കും പോകാം, ഇടത്തോട്ടേക്കും പോകാം. നീണ്ടു കിടക്കുന്ന മറ്റൊരു വഴി നമുക്ക് തുറന്നു തരുന്നുണ്ട്. അത് മാത്രവുമല്ല, അതിലൂടെ നമുക്ക് ജീവിതത്തെ വീണ്ടും പുതുക്കി പണിയാം. ഓരോ പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് ഒരുപാട് മറ്റവസരങ്ങൾ നമുക്ക് ചുറ്റിലും തുറന്നു വരുന്നുണ്ട്. അത് കാണണമെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. നമ്മുടെ ചിന്തകളെ കുറച്ചുകൂടി ഉയർന്ന പ്രതലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് വഴിയില്ല എന്നിരിക്കട്ടെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പിറകിലേക്ക് തിരിച്ചു വരാം. അപ്പോഴെന്താണ് കിട്ടുന്നത്? മുന്നിലേക്ക് കുറച്ച് ദൂരം നമുക്ക് വീണ്ടും കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇന്നലെ വരെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ച ആളുകളായിരിക്കും നമ്മളൊക്കെ. പെട്ടെന്നായിരിക്കാം സാമ്പത്തികമായിട്ടുള്ളതോ മറ്റുള്ളതോ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് ഇന്നലെ വരെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. ജീവിതത്തെ കുറച്ചുകൂടി ഒതുക്കി നിർത്തി ജീവിക്കേണ്ടി വരും. ചില സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ അത് ഒന്നിൻ്റെയും അവസാനമല്ല. ജീവിതത്തിൽ പിന്നീട് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായിട്ട് ഒന്ന് പുറകിലേക്ക് വരിക, ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് പുതുക്കി പണിയുവാൻ നമ്മൾ ആ സമയത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മൾ പിന്നിലേക്ക് വരുംതോറും നമുക്ക് മുന്നിലേക്ക് നടക്കുവാനുള്ള ഒരു ദൂരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആ സാധ്യതകളെയാണ്, മുന്നോട്ട് സഞ്ചരിക്കാനുള്ള സാധ്യതകളെയാണ് നമുക്ക് കാണേണ്ടത്. പിന്നിലേക്ക് വന്നതിന് ശേഷം തെറ്റുകൾ തിരുത്തി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഏത് പ്രശ്നങ്ങൾക്കിടയിലും പ്രതിസന്ധികൾക്കുമിടയിലുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ നഷ്ടങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
മനസ്സ് വെറുതെ ദേഷ്യപ്പെട്ട് വെറുപ്പ് സൂക്ഷിച്ച് മനസ്സ് അസ്വസ്ഥമാക്കി ജീവിക്കാതെ പോസിറ്റീവായി കാണുക. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സാധനം എടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ രസകരമായിട്ട് എടുക്കുക, ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുക. അപ്പോൾ ജീവിതത്തിന് ഒരു വലിയ ഭംഗിയും സുഖവും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ കണ്ടെത്തലാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് നിലനിർത്തിക്കൊണ്ട് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ്. ഏത് സങ്കടങ്ങൾക്കിടയിലും, ഏത് പ്രശ്നങ്ങൾക്കിടയിലും, ഏത് പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ സാധ്യതകൾ തിരയുക, അവസരങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. ജീവിതം കുറേ കൂടി മനോഹരമായിട്ട് മുന്നോട്ട് പോകും. ഈ യാത്ര എന്നും സുന്ദരമാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.